എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് രസക്കാളൻ ഉണ്ടാക്കാം. നിങ്ങൾ രസക്കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം ട്ടോ. നല്ലൊരു കറിയാണ്. നമുക്ക് സാധാരണ എളുപ്പത്തിൽ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റിയൊരു കറിയാണ്. ഇതിൻ്റെ ഒരു അരപ്പ് നല്ല പ്രത്യേകതയുള്ള ഒരു അരപ്പാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയുള്ള ഒരു അരപ്പാണ്. രസക്കാളൻ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വേറൊരു സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രസക്കാളിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. പക്ഷേ മത്തങ്ങ നിർബന്ധമാണ് കേട്ടോ. മത്തങ്ങ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് രസക്കാളനിലേക്ക്. മത്തങ്ങ ഞാൻ ഇവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നേന്ത്രക്കായാണ്, ഒരു മീഡിയം സൈസ് നേന്ത്രക്കായയുടെ പകുതി ഭാഗം മാത്രമാണ് കഷ്ണാക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കറിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. വേറെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ മത്തങ്ങയുടെ പകുതി ഭാഗം മാത്രം അളവിൽ മതിയാവും കുമ്പളങ്ങ. പിന്നെ 2 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിലേക്ക് മുരിങ്ങക്കായ ഒഴുകിയുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. മുരിങ്ങക്കായ നമുക്ക് അവസാനം കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ ചേർത്താണ്ട് അത് ചേർത്തിട്ട് നമുക്ക് മുരിങ്ങക്കായൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഈ കഷ്ണങ്ങളിലേക്ക് പിടിക്കാനുള്ളത് മാത്രം ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മത്തങ്ങയുടെ പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സവാള. ഈ സവാള ഒരു മീഡിയം സൈസ് സവാള അതായത് പോലെ ഒരു 6 കഷ്ണാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല വലിയ പീസുകളായിട്ട് ഇതുപോലെ തന്നെ മുറിച്ചിടുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവാളയിലത്തെയും മത്തങ്ങയിലത്തെയും മധുരം ഈ കറിയിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ പീസുകളാക്കിയിട്ട് മുറിക്കുന്നത്. സവാളയ്ക്ക് പകരം കഴിക്കാത്തവർ ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കതിരി വേപ്പിലയും ഒരു പച്ചമുളകും ഒന്ന് നടുകറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് കേട്ടോ. കോൽപ്പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചാൽ മതി, അതിൽ കൂടരുത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കഷ്ടി ഒരു 1-1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും പുളിയും എല്ലാം ആ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ മിക്സാക്കിയിട്ട് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആ മുരിങ്ങക്കായയുടെ കഷ്ണങ്ങളൊന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നല്ല സ്പെഷ്യലായിട്ടുള്ള അരപ്പാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ അരപ്പ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതാണ് ഇതിൻ്റെ ഈ കറിയിൽ വരുന്ന രുചി, മുന്നിട്ട് നിൽക്കുന്ന രുചി. അപ്പോൾ അതിന് തന്നെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മട്ടരിയാണ് എടുത്തേക്കണത്. അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം. എന്നിട്ട് ചൂടായ ചട്ടിയിലേക്ക് അരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. എണ്ണ തൊടാതെ വേണം. അരി മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. ഈ അരി ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ആദ്യം ഇട്ട ഉടനെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. നല്ല പിന്നെ ഈസി ആയിരിക്കും. ആദ്യം ഒട്ടിയൊക്കെ പിടിക്കും ചട്ടിയിൽ. കുറച്ച് കഴിയുമ്പോൾ ഓട്ടലൊക്കെ പോയി ഇതുപോലെ വരും. ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇനി പൊരിഞ്ഞ് തുടങ്ങും. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊട്ടി ഇങ്ങനെ വരും. എന്നിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് ഹൈ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ലോ ആക്കുക. അങ്ങനെ ആ ഒരു ചൂടൊന്ന് കയറ്റാനാണ് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഇത് പെട്ടെന്ന് പൊട്ടി പൊരിഞ്ഞിങ്ങോട്ട് വരിക. അപ്പോൾ ഇതൊരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം പൊട്ടി പൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു ബൗളിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊരു അരപ്പിനുള്ള ഒരു ഐറ്റം കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തൊടരുതിട്ട്. വെളിച്ചെണ്ണ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി പൊട്ടി തെറിക്കില്ല, ഇതുപോലെ പൊട്ടി പൊരിഞ്ഞ് വരില്ല. ഇനി നമുക്ക് ആ അരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 3 വറ്റൽമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ല എരിവ് വേണ്ട, ഒരു 5-6 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തോളൂ. അപ്പോഴാണ് ഇച്ചിരി ഒരു എരിവ് ഇതിലേക്ക് വരുള്ളൂ. ഈ ഒരു വറ്റൽമുളകിൻ്റെയും പിന്നെ ഈ ഉലുവയുടെയും പിന്നെ ആ അരിയുടെയും മണമാണ് ഈ കറിയിലേക്ക് മുന്നിട്ട് നിൽക്കുക. ഇതിൻ്റെ അരപ്പിൽ വരുന്ന മണം ഇതാണ് വേണ്ടത്. പിന്നെ അതുപോലെ ഇതിൻ്റെ എരിവും ഈ വറ്റൽമുളകിൻ്റെ എരിവാണ് വേണ്ടത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. വല്ലാണ്ട് കരിയിക്കരുത് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂടാറാനും വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഏതാണ്ടായിട്ടുണ്ട്, പക്ഷേ മുഴുവൻ വേവായിട്ടില്ല. വെന്തിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് വേവിക്കാനായിരുന്നു. പക്ഷേ അത് ആയി വരുന്നേ ഉള്ളൂ, കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വെക്കാം. അപ്പോഴേക്കും അരപ്പ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ അരപ്പിനായിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരം, അതായത് ഇപ്പോൾ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ അരമുറി ഞാൻ മുഴുവനായിട്ട് ചെരുകി എടുത്തിട്ടുണ്ട്. ഇത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. ഗ്ലാസ് ആണെന്ന് ഒരു ഗ്ലാസ്സിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ അരി ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മുളകും
ഉലുവയുടെ മിക്സും കൂടെ ഇട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ, നൈസ് അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കണത്. ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ്, ഒരു ബൈൻഡിങ് സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ അതുപോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അരപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒരു സാധനം ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്തോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ അത് വെന്ത് വല്ലാണ്ട് ഉടയരുത് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടണം. ഈ കഷ്ണങ്ങളെല്ലാം അങ്ങനെ തന്നെ കിടക്കണം. എന്നാൽ ഉടച്ച് കഴിഞ്ഞാൽ ഉടയാനും പറ്റണം, വേവും വേണം. അപ്പോൾ ഇതിൽ ഒരു 3-4 കഷ്ണം മത്തങ്ങയൊക്കെ ഞാനൊന്ന് ഉടച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി അങ്ങനെ ഉടച്ചതിന് ശേഷം ഇത്ര തന്നെ മതി. ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് തൈരാണ്. നമ്മൾ തൈര് കട്ടയായിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലോ ഫ്ലെയിം ആക്കണം കേട്ടോ തൈര് ഒഴിക്കുന്ന സമയത്ത്. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മാത്രം മതി. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് ആ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ചിറ്റിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കറി നമ്മൾ മാമ്പഴക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ് ഇങ്ങനെ കുറുകി വരും കേട്ടോ. ആ ടൈപ്പ് ഒരു കറിയാണ്. നമ്മൾ ആളിയേറെ കരയ്ക്കണ കറികളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ചാറ് ഇങ്ങനെ വറ്റി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് നമ്മൾ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കഷ്ണത്തിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ചാറിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് തിളപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് തിളപ്പിക്കരുത്. മാമ്പഴക്കറി പോലെ തന്നെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ അനുവദിക്കരുത്. പിന്നെയും രണ്ടാമതും തിള വന്ന് തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 വട്ടം തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. അപ്പോൾ ചട്ടി ആയ കാരണം ഇത് ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്ര മതി. അപ്പോൾ നമ്മുടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല കറിയാണ്. ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ പരിപ്പൊക്കെ ചേർക്കും. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് അത് പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു കറി സാമ്പാറും അല്ല, കാളനും അല്ല, രസമല്ല, അങ്ങനത്തെ ഒരു കറിയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടത്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കടുക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഉലുവ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിലേക്ക് 2 കതിരി വേപ്പിലയും പിന്നെ വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ഒന്ന് താളിച്ചാൽ മതിയാവും. താളിച്ചില്ലെങ്കിലും ഈ കറി തനിയെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.